ഓൾ അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ആക്കി കൊടുക്കാറുള്ള ഒരു സ്നാക്ക് കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനായിട്ടൊരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞെടുത്ത്, ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പീസ് ചിക്കൻ എടുത്ത് പൊരിച്ചിട്ട് അതൊന്നിങ്ങനെ പിച്ചിയിട്ടിട്ടുണ്ട്. ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഞാൻ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച്, ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത്തിരി മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നിറത്തിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു മസാലയാക്കി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് ദോശയായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ കുറച്ച് സിമ്മിൽ വെച്ചതിന് ശേഷം ദോശ 2 ഭാഗവും വെന്തു എന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് ആ മസാലയൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ് കേട്ടോ. ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്